എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ഇന്നൊരു പുതിയൊരു കൂർക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റുമാണ്, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. കൂർക്ക നമ്മളിത് അവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കൂർക്ക എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റും. തലേദിവസം രാത്രി തന്നെ നമ്മൾ ആ കൂർക്ക ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ കല്ലുപ്പോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്താൽ 80% അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ കൂർക്കയെല്ലാം കട്ട് ചെയ്തത് വേവിക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്കിത് നേരെ ഒന്ന് വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അത്യാവശ്യം ഒരു 10-20 മിനിറ്റിനുള്ളിൽ കൂർക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം വെള്ളമെല്ലാം വെറ്റി ഒരു 1/4 ഭാഗത്തോളം കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വെറ്റിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചേക്കാം കേട്ടോ. അങ്ങനത്തെ ഫൈനലി നമ്മുടെ കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഞാനിവിടെ ഇതാ കുറച്ച് സവാള കട്ട് ചെയ്തതും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളിയാണ് നല്ലത്. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പാൻ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കൂർക്ക നമ്മൾ മെഴുക്കുവരട്ട എടുക്കുമ്പോൾ ഒന്നുകിൽ ഇതുപോലത്തെ പാനോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുണ്ടല്ലോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഞാൻ ഇതിൽ കുറച്ചേ ഇടുന്നുള്ളൂ. നമ്മൾ കൂർക്ക വേവിച്ചപ്പോൾ അത്യാവശ്യം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി നല്ല രീതിക്കൊന്ന് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല രീതിക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക എല്ലാം തട്ടി കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മാക്സിമം ഈ ഉള്ളിയിലെയും കൂർക്കയിലെയും വെള്ളം എല്ലാം ഒന്ന് മാറി ഇത് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. എത്രത്തോളം ഡ്രൈ ആക്കാൻ പറ്റുമോ അത്രത്തോളം ഡ്രൈ ആക്കിയാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മുടെ കൂർക്കയെല്ലാം ഒരുവിധം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂർക്കയിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അവസാനം ചേർത്ത് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഇളക്കുമ്പോഴുണ്ടല്ലോ നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടും. അങ്ങനെ ഫൈനലി നമ്മുടെ കൂർക്കയൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ ഈ കൂർക്ക മെഴുക്കുവരട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.